ത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് UP വിഭാഗം മത്സരങ്ങളാണ് ഈ വേദിയിൽ അരങ്ങേറുന്നത്. പ്രസ്തുത പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തുന്നത് പ്രശസ്ത നാടക പ്രവർത്തകനും നന്മ കല്യാശ്ശേരി മേഖലയുടെ എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീ ഗണേശൻ മാങ്ങാട് അവറുകളാണ്. സ്വാഗത പ്രസംഗം നടത്തുന്നതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്മ ബാലേന്ദ്ര സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് UP വിഭാഗം വിദ്യാർത്ഥികളുടെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളാണ് നടന്നുവരുന്നത്. ഈ ദിനത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നന്മയുടെ സംസ്ഥാന തലത്തും ജില്ലാ മേഖലാ തലങ്ങളിലുള്ള മുഴുവൻ പേരെയും ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്തു. ഇന്നത്തെ ഈ പരിപാടി ധന്യമാക്കുന്നതിന് വേണ്ടി ശ്രീ BC കോലത്ത്, സർഗവനിത ജോയിന്റ് സെക്രട്ടറി PM സുജ, C നരേന്ദ്രൻ എന്നിവരെയും കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ശ്രീ BC കോലത്തിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ കോവിഡ് എന്ന മഹാമാരി കാരണം സ്കൂൾ കലോത്സവം നടക്കാത്തതിൻ്റെ പേരിൽ കുട്ടികളുടെ സർഗവാസനയെ മുരടിപ്പിക്കാൻ അനുവദിച്ചുകൂടാ എന്ന വാശിയാണ് നന്മ ബാലയരങ്ങ് കലോത്സവം എന്ന പേരിൽ ഓൺലൈനിൽ സംസ്ഥാന കലോത്സവം നടത്താൻ തീരുമാനിച്ചത്. ഈ തീരുമാനം അതാത് പ്രദേശത്തെ സ്കൂളുകളെ അറിയിക്കുകയും അധ്യാപകർ തന്നെ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും വളരെ നല്ല പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ അഭിപ്രായം ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഊർജം നൽകാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ കലാപരമായ കഴിവുകളുള്ള അറിയപ്പെടാത്ത വളരെയധികം കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ കഴിവിനെ വളർത്തിക്കൊണ്ടുവരികയാണ് നന്മയുടെ ലക്ഷ്യം. നന്മ കല്യാശ്ശേരി മേഖല കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്നലെ ബഹുമാനപ്പെട്ട നാടകാചാര്യൻ ശ്രീ KM രാഘവൻ നമ്പ്യാർ നിർവഹിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി രണ്ടാം ദിവസമായ ഇന്ന് UP വിഭാഗം കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് നടക്കാൻ പോകുന്നത്. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പരിപൂർണ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് നന്മ സർഗവനിത ജോയിന്റ് സെക്രട്ടറി PM സുജയാണ്. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് നന്മയുടെ കുടുംബാംഗമായ ശ്രീ നരേന്ദ്രനാണ്. താങ്ക് യു. ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നന്മ സർഗവനിത കല്യാശ്ശേരി മേഖല ജോയിന്റ് സെക്രട്ടറി ശ്രീമതി PM സുജയാണ്. ശ്രീമതി സുജയെ ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കലാകാരന്മാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മറ്റ് അഭ്യുദയകാംക്ഷികളെ, നന്മ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലയരങ്ങ് കല്യാശ്ശേരി മേഖല കലോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. കൊറോണ എന്ന മഹാമാരി ലോകമെമ്പാടും മനുഷ്യനാശം വിതച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അവയെല്ലാം ഒരു ഭാഗത്തേക്ക് തൽക്കാലമെങ്കിലും ഒതുക്കിവെച്ച് നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും അതിനാവശ്യമായ അവസരങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും ഈ ഓൺലൈൻ പരിപാടി സംഘടിപ്പിച്ച കല്യാശ്ശേരി മേഖലയിലെ പ്രവർത്തകരെ അഭിനന്ദിച്ചാൽ മതിയാവില്ല. നമ്മുടെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അവരെ അതിന് സജ്ജമാക്കിയ അവരുടെ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അവരെ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള മുഴുവൻ സ്കൂൾ അധ്യാപകരെയും ഈ പരിപാടിയിലെ വിജയത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ കല്യാശ്ശേരി മേഖല സർഗവനിത കമ്മിറ്റിക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുകയാണ്. മേഖലാതലത്തിൽ നിന്ന് ജില്ലാതലത്തിലേക്കും ജില്ലാതലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്കും നമ്മുടെ കല്യാശ്ശേരി മേഖലയിലെ വിദ്യാർത്ഥികൾ വിജയിച്ച് മുന്നേറട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി
കല്യാശ്ശേരി മേഖലയിലെ പ്രവർത്തകന്മാർ കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായി അഹോരാത്രം പ്രവർത്തിക്കുന്ന കാര്യത്തിൽ വളരെയേറെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അവർക്കും ഞാൻ ഈ അവസരത്തിൽ ആശംസ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് നന്മയുടെ കല്യാശ്ശേരി മേഖല എക്സിക്യൂട്ടീവ് അംഗം ശ്രീ നരേന്ദ്രൻ അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നന്ദി പ്രകാശനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ബാലേരന് 2ാം ദിവസം പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ശ്രീ ഗണേശൻ മാങ്ങാടി, അധ്യക്ഷ പദവി അലങ്കരിച്ച ശ്രീ VC കോലത്ത്, സർഗവനിത ജോയിന്റ് സെക്രട്ടറി ശ്രീമതി PM സുജിയ, മറ്റ് വിശിഷ്ടാതിഥികളെ, മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നന്മയുടെ കല്യാശ്ശേരി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.